ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് അങ്ങനെ സേനൻ പറയുന്നുണ്ട് കിരണിനോട്, നോക്ക് ആ പ്രകാശം എന്ന് പറഞ്ഞ ആൾ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ മകനെ കൊന്നാൽ മാത്രമേ അവൻ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, ചന്ദ്രേട്ട അച്ഛൻ മോനെ കൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രകാശനും അയാളുടെ അമ്മേനെ പോലെ മാറിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് രൂപ പറയാണ്. ശേഷം പ്രകാശനെ കുറിച്ച് സേനൻ പറയുന്നുണ്ട്, എന്തായാലും പ്രകാശിൻ്റെ മാറ്റം നല്ലതാണോ ചീത്തതാണോ എന്ന് അറിയാതെ കല്യാണി മോളോട്ട് അത്ര അടുക്കണ്ടെന്നൊക്കെ പറഞ്ഞേക്ക്. കല്യാണി മോൾക്ക് ഇപ്പോൾ ചെറിയൊരു ചായവുണ്ട് പ്രകാശിനോട്, അതുകൊണ്ടാണല്ലോ അവൾ അച്ഛ എന്നാണ് ഇപ്പോൾ പ്രകാശിനെ പറയണത്. അതെ അച്ഛ, കുഴപ്പമൊന്നുമില്ല, പ്രകാശം മാറി തന്നെയാണ് തോന്നുന്നത്, എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു അകൽച്ച വെച്ചിട്ടേ സംസാരിക്കുന്നുള്ളൂ എന്ന് കിരണും പറയണം. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ ഷാരിനെയാട്ടോ. ഷാരി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോഹർ വരുവാണ്. അതെ, ഞാൻ എന്തായാലും നിങ്ങളുടെ മോളോട് അമേരിക്കയിൽ പോകാമെന്ന് പറഞ്ഞ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് പോകും. എടാ നീ പോകോടാ, അന്നെങ്കിലും നീ ഇവിടുന്ന് പോകോ? അതെ ഞാൻ പോകുമെന്ന് പറഞ്ഞല്ലോ, എനിക്കെന്തായാലും ഇവിടെ നിന്നിട്ട് ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന് താലി കെട്ടിയിട്ട് 2 വർഷത്തിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. സാധാരണ 1 വർഷം, മാക്സിമം 1 വർഷം. അവർക്ക് കുഞ്ഞാവണം മുമ്പ് ഞാൻ അവിടെ നിന്ന് തടി തപ്പി മുങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവർ ഗർഭിണിയാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങിയിരിക്കും. ആദ്യമായിട്ടാണ് ഞാനൊരു കുഞ്ഞിൻ്റെ മുഖം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാനസ മോളോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. നിനക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും അടുപ്പം തോന്നോടാ? പിന്നെ എനിക്ക് അവളുടെ മോളോട് ഒരു അടുപ്പം തോന്നുന്നുണ്ട്. അവളോട് മോളോടാ? അപ്പം അത് നിൻ്റെ മോളല്ലേടാ? എന്താടാ മാനസ മോളും നിൻ്റെ മോളും കൂടിയല്ലേ? എൻ്റെ മോളും കൂടി തന്നെയാണ്, പക്ഷെ ഞാൻ എൻ്റെ മക്കളിൻ്റെ മുഖമൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. എന്തായാലും മാനസ മോളുടെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന് തോന്നണമെന്നില്ല. അവിടെ പോയാലും എനിക്ക് മാനസ മോളുടെ മുഖം ഓർമ്മയൊക്കെ വരും. എന്തായാലും ഞാനിവിടെ നിന്ന് പോവാം, പറഞ്ഞ ദിവസം തന്നെ പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളായിട്ട് ഒത്തുപോകാനൊന്നും ആർക്കും പറ്റില്ല. ഈ ലോകത്ത് ഒരാൾക്ക് പോലും നിങ്ങളുടെ മകളായിട്ട് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്കൊരു സാധനമാണ് നിങ്ങളുടെ മോള്. അസൂയയും കുശുമ്പും അതുപോലെ തന്നെ കൊലപാതകത്തിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു മകളാണ് നിങ്ങളുടെ. അവളെ ആരും കെട്ടാനും പോകുന്നില്ല, അവളോട് ആരും ജീവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയണം. ഏട്ടാ ദുഷ്ട, നീ എന്തായാലും പോകലട, എന്തിനാണ് എൻ്റെ മോളെ പ്രാഗി പോണത്? അത് നിങ്ങളുടെ മോൾ അങ്ങനെയാണ്, വളർത്തുദോഷം അതന്നെ കാര്യം, ഇതൊന്നും അവളുടെ കുഴപ്പമില്ല, നിങ്ങൾ വളർത്തിയ കുഴപ്പമാണ് എന്നൊക്കെ മനോഹർ പറയാട്ടോ. ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. അതെല്ലാം കേട്ട് സരിയു സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മനോഹർ പോയി കഴിയുമ്പോൾ സരിയു ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഷാരി ചോദിക്കണ്ടേ, അല്ല മോളെ നീ എങ്ങോട്ടാണ് പോണത്? എനിക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നാൽ മതിയോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളങ്ങ് പോവല്ല അമേരിക്കയിലേക്ക്, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, അതിനു വേണ്ടി പോവാണ്. മോളെ നീ ഒറ്റക്കാണ് പോണത്? ഞാൻ വേണമെങ്കിൽ വരാം. വേണ്ട, നിങ്ങൾ വരാൻ നിൽക്കണ്ട, മോളുടെ കാര്യം നോക്കി ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ശേഷം മനോഹർ നേരെ പോണത് മരിയയുടെ അടുത്തേക്കാണ്. മരിയയുടെ കൂടെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് മനോഹർ. മരിയ ചോദിക്കണ്ടേ, അല്ല ഏത് ടെക്സ്റ്റൈൽസിലേക്കാണ് പോകണത്? കുറച്ച് ദൂരമുണ്ട് മോള് വണ്ടി എടുത്തോ എന്ന് പറയാണ്. അങ്ങനെ മരിയെ മനോഹറും കൂടിയിട്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ നിർത്തുവാട്ടോ. മരിയ പറയുന്നുണ്ട്, ഇത് വലിയ ടെക്സ്റ്റൈൽസ് ഒന്നല്ലല്ലോ, ചെറിയൊരു ടെക്സ്റ്റൈൽ ആണല്ലോ എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ കളക്ഷൻ ഭയങ്കര ഗംഭീരമാണ് മോളെ, ഭയങ്കര സൂപ്പറാണ്. ടെക്സ്റ്റൈൽസ് ചെറുതാണെന്ന് മോൾ വിചാരിക്കേണ്ട. പിന്നെ ഇവിടെ 2 വലിയ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അതെൻ്റെ അമ്മാവന്മാരുടെ ടെക്സ്റ്റൈൽസാണ്. ഓഹോ, അപ്പോൾ അമ്മാവന്മാരൊക്കെ വലിയ പിടിപാടുള്ളവരാണല്ലേ? പിന്നല്ലാതെ അവിടെ റിസപ്ഷനിൽ നിൽക്കുന്നത് എൻ്റെ അമ്മാവന്മാരുടെ പെമ്മക്കളാണ്, അതുകൊണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞത്. പിന്നെ ഈ ടെക്സ്റ്റൈൽസ് മുതലാളിക്കും എൻ്റെ അമ്മാവനെയൊക്കെ പരിചയമുണ്ട്. എന്നാലും വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടെക്സ്റ്റൈൽസ് തന്നെ തുണി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാം. അതിനെന്താ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മരിയ അവിടെ നിന്ന് ഇറങ്ങാണ്. മനോഹറും കൂടി ഇറങ്ങുന്നുണ്ട്. 2 പേരും കൂടി ടെക്സ്റ്റൈൽസിലേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ. അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സരിയു ഒരു കാറിൽ നിന്ന് അപ്പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ ചോദിക്കേണ്ടത്, എവിടെയാണ് മേഡം നിൽക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ കിഴങ്ങ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യടോ എന്ന് പറയാണ്. ശേഷം സരിയു അവിടെ നിന്ന് ഇറങ്ങാണ്. സരിയു മനസ്സ് വിചാരിക്കുകയാണ്, എത്ര പെണ്ണുങ്ങൾ ഇതുപോലെ പല ടെക്സ്റ്റൈൽസിലും കൊണ്ടുപോയിട്ടുണ്ട്, പുതിയൊരു പെണ്ണിനെ കറക്കിയെടുത്തിരിക്കുക, ആ പെണ്ണിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാനായിട്ട്. ഈ പെണ്ണിനെ കറക്കിയെടുത്ത കാര്യം ആ കല്യാണിയുടെ ഫ്രണ്ട്സും അറിഞ്ഞു കാണില്ലായിരിക്കും. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഈ പെണ്ണിനായിട്ട് മനോഹർ ഒരുമിച്ച് പോകാൻ അവൾ സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും അവനെ വട്ടം കറക്കിയിട്ടനെ കാര്യം എന്ന് പറഞ്ഞിട്ട് സരിയും ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കയറുവാട്ടോ. ആ സമയം മനോഹർ മരിയെടുത്ത് ടെക്സ്റ്റൈൽസ് കേട്ട് പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട സാരി എടുത്തോ, എനിക്ക് മനോഹർ സെലക്ട് ചെയ്താൽ മതി, മനോഹർ സെലക്ട് ചെയ്ത സാരിയൊക്കെ സൂപ്പറാണ് എന്ന് പറയാണ്. ശരി, ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഓരോരോ സാരി മരിയയുടെ മേത്തിങ്ങനെ വെച്ച് ശരീരത്തിങ്ങനെ വെച്ച് നോക്കുവാട്ടോ. ഇതെല്ലാം തന്നെ സരിയു കണ്ടുകൊണ്ട് ഒരു മൂലക്ക് മാറി നിൽക്കുകയാണ്. സരിയു ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനോഹർ ഓരോരോ സാരികളും ഇങ്ങനെ വെച്ച് നോക്കണം, ഇത് ഗംഭീരമായിട്ടുണ്ട്, ഇത് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മരിയടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം സരിയു വിചാരിക്കുകയാണ്, ഇവനൊരു വട്ടം കറക്കിയിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് സരിയു മരിയയുടെ മനോഹറിനെ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കുക കേട്ടോ. എന്നിട്ട് ഒന്നറിയാത്ത പോലെ സരിയു ഓരോ ഡ്രസ്സുകൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോഹർ പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോഴേക്കും സരിയുവിനെ കാണുന്നുണ്ട്.
കേട്ടോ. ഈശ്വര, ഈ മാരണം ഇത് എപ്പോൾ വന്നു എന്ന് നോക്കി സരുവിനെ ഇങ്ങനെ നോക്കുവാണ്. സരു അപ്പോൾ ഒന്നതുപോലെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരിയടുത്ത് മനോഹർ പറയുന്നുണ്ട്, മോളു ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറയാണ്. അല്ല മനോഹർ ഇത് എവിടെ പോവാ എന്ന് പറയുമ്പോൾ മരിയയുടെ ചെവിയിൽ മനോഹർ പറയുന്നുണ്ട് ബാത്റൂമിൽ പോകണം എന്ന് പറയാണ്. ഓ ശരി, പോയിട്ട് വാ എന്ന് പറയാട്ടോ. അങ്ങനെ മനോഹർ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് പതുക്കെ നൈസായിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. അതെല്ലാം തന്നെ സരു ഇടങ്ങാനിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. സരു മനോഹറിനെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും മനോഹർ വേഗം ബാത്റൂമിനുള്ളിലേക്ക് കയറി പോവാണ്. സരു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം, എത്ര പെണ്ണുങ്ങളായിട്ട് അവൻ ഇതുപോലെ പറ്റിച്ച് നടന്നിട്ടുണ്ട് വൃത്തികെട്ടവൻ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ സരു. അതിനുശേഷം മനോഹർ ബാത്റൂമിനുള്ളിൽ കയറിയതിന് ശേഷം ആ മാരണം എങ്ങനെ ഇവിടേക്ക് വന്നു, പോയിട്ടുണ്ടാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ബാത്റൂമിനുള്ളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സരയോ അപ്പുറത്തെ ഫ്ലോറിൽ നിൽക്കണ കാണുന്നുണ്ട്. മനോഹർ അവിടെ പതുക്കെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും സരയോ പെട്ടെന്ന് ആ മനുവേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ മോളു എന്താ ഇവിടെ? അല്ല മനുവേട്ടൻ എന്താ ഇവിടെ? ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വെച്ചിട്ട് നിനക്കും കുഞ്ഞിനും വേണ്ടിയിട്ടേ. ഞാനും അതെ, മോൾക്കും മനുവേട്ടനും ഡ്രസ്സ് എടുക്കാൻ വെച്ചിട്ട് വന്നതാ. അല്ല മോളെന്താ ഇവിടെ വരുന്ന കാര്യം എന്നോട് പറയാതിരുന്നത്? അല്ല മനുവേട്ടൻ എന്നോടും പറഞ്ഞില്ലോ ഇവിടെ വരുന്ന കാര്യം, മനുവേട്ടനും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും ഡ്രസ്സ് എടുക്കാം. മോള് ഡ്രസ്സ് സെലക്ട് ചെയ്തു. എന്തിനാ മനുവേട്ട ഇങ്ങനെ വെപ്രാളം കാണിക്കണേ ചോദിക്കുമ്പോൾ ഒരു വെപ്രാളമില്ല, പതുക്കെ സാവധാനം സെലക്ട് ചെയ്തു എന്ന് പറയാണ്. ആ സമയത്ത് മരിയ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, മനോഹർ ബാത്റൂമിൽ പോയിട്ട് കുറേ നേരമായാലും വയറിന് സുഖമില്ലായിരിക്കും, അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്ത ഡ്രസ്സുകളൊക്കെ ആയിട്ട് റിസപ്ഷനിൽ പോയി നിൽക്കുക കേട്ടോ. അതിൻ്റെ ബില്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും മനോഹറിനെ കാണുന്നില്ല. ഈ മനോഹർ ഇത് എവിടെ പോയി, എത്ര നേരമായി കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മരിയ അവിടെ തന്നെ നിൽക്കുവാണ്. മനോഹർ പതുക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തൊരു കഷ്ടം ഇത്, ഈ മാരണത്തിനെ കെട്ടിയെടുക്കാൻ കേട്ട സമയം. സരു മോളു എടുത്തു കഴിഞ്ഞോ? എന്താ മനുവേട്ട ഇത്ര ധൃതി? നമ്മുടെ മോൾക്ക് നല്ല ഡ്രസ്സുകൾ സെലക്ട് ചെയ്യണ്ടേ? എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരുപാട് ഡ്രസ്സുകളില്ലേ, നമുക്ക് ഒരുപാട് ഡ്രസ്സുകളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നില്ല. അതൊന്നും വെച്ച് കഴിഞ്ഞാൽ സ്ഥലമൊന്നും ഉണ്ടാവില്ലെന്നേ. നമുക്ക് അമേരിക്ക പോയിട്ട് നല്ല ഡ്രസ്സുകൾ അവിടെ നിന്ന് മേടിച്ചാൽ പോരെ? എന്തിനാ ഇവിടുന്ന് ഡ്രസ്സുകൾ പിറക്കിക്കൊണ്ട് അങ്ങോട്ട് പോണത്? അവിടെ നല്ല ബ്രാൻഡഡ് നല്ല സൂപ്പർ ഡ്രസ്സ് കിട്ടും. അതായിക്കോട്ടെ മനുവേട്ട, എന്നാലും മോൾക്ക് നല്ല പുതിയ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോവാലോ. ശരി മോള് സെലക്ട് ചെയ്യും എന്ന് പറയണം. അങ്ങനെ സരി അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് സരി ചോദിക്കണ്ടല്ല മനുവേട്ടൻ എന്തെങ്കിലും ധൃതിയുണ്ടോ? ധൃതിയോ? ഒരു ധൃതിയല്ല, മോള് പതുക്കെ സെലക്ട് ചെയ്യും, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ വേഗം ബാത്റൂമിനുള്ളിലേക്ക് പിന്നെയും പോകുക കേട്ടോ. ശേഷം മരിയനെ ഫോണിൽ വിളിക്കുകയാണ്. ആ സമയത്ത് മരിയ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. മരിയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹലോ മരിയ, മനോഹരെ നീ ഇത് എവിടെയാടാ ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട മോളു, ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ എൻ്റെ അമ്മാവിൻ്റെ മോള് റിസപ്ഷനിൽ വന്ന് നിൽക്കുന്നു. അവളെങ്ങാനും എന്നെ കണ്ടാൽ പിന്നെ തീർന്നു, അതുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി നിൽക്കുക. അപ്പോഴേക്കും മരിയ പറയുന്നുണ്ട്, ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് മനോഹർ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേക്കും നിൻ്റെ അമ്മാവൻ്റെ മക്കളും അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോലും പോകാൻ പറ്റില്ല. മോളു സാരില്ല, നമ്മൾ 2 ദിവസം അങ്ങനെ അമേരിക്കയിൽ പോകുമല്ലോ, പിന്നെ ഇങ്ങനെ ആരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. മോളൊരു കാര്യം ചെയ്യും, അവിടെ നേരെ ഹോട്ടലിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരിയെന്ന് പറഞ്ഞിട്ട് മരിയ അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ശേഷം മനോഹർ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സരിയു ചോദിക്കണ്ടല്ല മനുവേട്ട എങ്ങോട്ടേക്കാണ് പോയത്? ഞാൻ ബാത്റൂമിൽ പോയതാണ് എന്ന് പറയുമ്പോൾ സരിയു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇങ്ങനെ നീ എത്ര പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ട് പല പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ടാ, അലവലാതി നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ കിഴങ്ങ എന്ന്. വെറുതെ അല്ല എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത് കിരണും ഞാനും ഒന്നിക്കണമെന്ന്. ഇവൻ വൃത്തികെട്ടവനായതുകൊണ്ട് തന്നെയാണ് പാവം എൻ്റെ അച്ഛൻ കിരണായിട്ട് എന്നെ ഒന്നിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. ഇത്ര വൃത്തികെട്ടവനൊക്കെ ഈശ്വര ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചത്, ഞാൻ ജീവിതത്തിൽ വേറെ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ സരിയു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.